അൽ ഫയൽ കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണല്ലേ? ചെയ്യുന്നയാൾ അത്രയുള്ളൂ. പക്ഷെ ശരിക്കും അത്ര സിമ്പിളാണോ? ഈ ഒരൊറ്റ വാക്കിന്റെ ഉള്ളിൽ വ്യാകരണവും ഫിലോസഫിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്ക് ഒരുമിച്ചതൊന്ന് കണ്ടുപിടിച്ചാലോ? വാ പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഉദാഹരണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹളറ സയ്യിദ്, അതിന്റെ അർത്ഥം സയ്യിദ് എത്തി എന്ന്. ഇപ്പൊ ഇവിടെ ആരാണ് ആ പ്രവൃത്തി ചെയ്തത്? സിമ്പിൾ ചോദ്യം അല്ലേ? അത് സയ്യിദാണ്, ഒരു സംശയവുമില്ല. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ്. പക്ഷേ കാര്യങ്ങൾ എപ്പോഴും ഇത്ര സിമ്പിൾ ആകണമെന്നില്ല. ഇനി നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം. സഖദൽ ജിദാർ എന്നുവെച്ചാൽ ചുമരു വീണു. ഇവിടെയാണ് കളി മാറുന്നേ. ഒരു ചുമരിന് ശരിക്കും ഒരു ചെയ്യുന്നയാളാകാൻ പറ്റുമോ? അത് സ്വയം തീരുമാനിച്ചതാണോ വീഴണമെന്ന്? അതിനൊരു ചോയ്സ് ഉണ്ടായിരുന്നോ? അപ്പോ ഫായിൽ അല്ലെങ്കിൽ ചെയ്യുന്നയാൾ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പ്രവൃത്തി നടന്നാ മതിയോ? അതോ അതിനപ്പുറം എന്തെങ്കിലും വേണോ? ഈ ഒരു ചോദ്യത്തിലാണ് നമ്മുടെ ഈ യാത്രയുടെയൊക്കെ ഒരു രസം കിടക്കുന്നത്. ശരി, അപ്പൊ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ നമുക്ക് ആദ്യം അടിത്തറയിൽ നിന്ന് തുടങ്ങാം. ഗ്രാമർ, അതായത് അറബി വ്യാകരണത്തിൽ എന്താണ് ഫായിൽ എന്ന് പറയുന്നത്, നിയമം എന്താണ് പറയുന്നതെന്ന് നോക്കാം. പഴയ വ്യാകരണ പണ്ഡിതന്മാർക്ക് ഇതിനൊരു കൃത്യമായ ഡെഫിനിഷനുണ്ട്. വളരെ സിമ്പിളാണ്. ഒരു ക്രിയ, അതായത് ഒരു വേർബ്, അതിന് ശേഷം വന്ന് ആ പ്രവൃത്തി ചെയ്തത് ആരാണോ അയാളാണ് ഫായിൽ. നമ്മൾ ആദ്യം കണ്ടില്ലേ ഹദറ സഈദ്. അവിടെ ഹദറ എന്ന ക്രിയയ്ക്ക് ശേഷം വന്ന സഈദാണ് ഫായിൽ. ക്ലിയർ? എന്നാൽ ഈ ചെയ്യുന്നയാള് അല്ലെങ്കിൽ ഫായില് എപ്പോഴും സഈദ്, അഹ്മദ് എന്ന പോലത്തൊരു പേര് തന്നെ ആകണമെന്നില്ല. അതിന് 3 രൂപത്തിൽ വരാം. ആദ്യത്തേത് നമ്മൾ കണ്ട പോലെ ഒരു പേര്. രണ്ടാമത്തേത് ഒരു പ്രോനൗൺ, അതായത് ഞാൻ വന്നു എന്ന് പറയുമ്പോൾ ആ ഞാനുണ്ടല്ലോ അതാണ്. ഇനി മൂന്നാമത്തേതാണ് കുറച്ച് രസകരം. ചിലപ്പോൾ ഒരു ആശയം മൊത്തത്തിലൊരു ഫായിലായിട്ട് വരും. ഉദാഹരണത്തിന്, നിങ്ങൾ വിജയിച്ചത് എന്നെ സന്തോഷിപ്പിച്ചു എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് എന്നെ സന്തോഷിപ്പിച്ചത്? നിങ്ങൾ വിജയിച്ചത് എന്ന ആ ഒരു സംഭവം മൊത്തമാണ്. അപ്പൊ അതാണ് അവിടുത്തെ ഫായില്. ഇൻട്രസ്റ്റിംഗ് അല്ല? നോക്കൂ, ഇത്ര സിമ്പിളെന്ന് തോന്നുന്ന ഒരു നിയമത്തിൽ പോലും പണ്ടത്തെ പണ്ഡിതന്മാർക്കിടയിൽ വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. ബസ്രയിലുള്ളവർ പറയും പറ്റില്ല, ഫായിൽ എപ്പോഴും വേർബിന് ശേഷം മാത്രമേ വരാവൂ. പക്ഷെ കൂഫയിലുള്ളവർ പറയും അങ്ങനെയൊന്നുമില്ല, അതിനു മുൻപും വരാം. അപ്പൊ കണ്ടില്ലേ, നമ്മൾ സിമ്പിൾ എന്ന് വിചാരിക്കുന്ന ഗ്രാമർ റൂൾസിന്റെ പിന്നിൽ പോലും എത്ര വലിയ ഡിബേറ്റുകളാണ് നടന്നിട്ടുള്ളതെന്ന്. ഓക്കെ, അപ്പൊ ഗ്രാമർ നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. ഇനി നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് കടക്കാം. അതായത് ഫിലോസഫി, തെരഞ്ഞെടുപ്പ്, ഇച്ഛാശക്തി, ഈ വിഷയങ്ങളൊക്കെ കടന്നുവരുന്ന തത്വചിന്തയുടെ ലോകം. കാരണം ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ചുമര് താഴേക്ക് വീഴുന്നതും ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നടക്കുന്നതും ഒന്നാണോ? അല്ലല്ലോ. ഇവിടെയാണ് അൽ ഫായിൽ അൽ മുഖ്താർ എന്ന കോൺസെപ്റ്റ് വരുന്നത്. അതായത് തെരഞ്ഞെടുക്കാൻ കഴിവുള്ള, ഒരു ചോയ്സുള്ള ചെയ്യുന്നയാൾ. വെറുതെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് കാരണമാകുന്ന ഒന്നല്ല, മറിച്ച് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ഒരു കാര്യം ചെയ്യുന്ന ഒരാൾ. അപ്പോ എന്താണ് ഈ തെരഞ്ഞെടുക്കാനുള്ള കഴിവെന്ന് പറയുന്നത്? ഇതിനെപ്പറ്റി 2 പ്രധാന ചിന്താധാരകളുണ്ട്. ഫിലോസഫേഴ്സ് പറയുന്നത് പല കാരണങ്ങളെ ആശ്രയിച്ച് ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള കഴിവാണ് പ്രധാനമെന്നാണ്. എന്നാൽ തിയോളജൻസ്, അതായത് ദൈവശാസ്ത്രജ്ഞർ പറയുന്നത് അങ്ങനെയല്ല. അവർക്ക് പ്രധാനം ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനും ഒരുപോലെ തുല്യമായ കഴിവുണ്ടായിരിക്കുക എന്നതാണ്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ എന്ന് തോന്നാം, പക്ഷെ ശരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണത്. ആ ഫിലോസഫേഴ്സിന്റെ ഡെഫിനിഷൻ നമുക്കൊന്നുകൂടി നോക്കാം. ശരിക്കും ഒരു ഏജന്റ് അഥവാ ചെയ്യുന്നയാളാകണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റിയാൽ മാത്രം പോരാ, അത് ചെയ്യാതിരിക്കാനും നമുക്ക് കഴിയണം. അതും ഒരു കാരണത്തിന്റെ പുറത്ത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വെറുതെ സംഭവിക്കുന്നതല്ല, ബോധപൂർവം തെരഞ്ഞെടുക്കുന്നതാണ് യഥാർത്ഥ പ്രവൃത്തിയെന്ന് പറയുന്നത്. ശരി, അപ്പൊ നമ്മൾ ഗ്രാമർ നോക്കി, ഫിലോസഫി നോക്കി. ഇനി നമുക്കിതിനെ തികച്ചും പുതിയൊരു കണ്ണിലൂടെ കാണാം, ഒരു മോഡേൺ പെർസ്പെക്റ്റീവ്. അതായത് ആധുനിക ലിംഗ്വിസ്റ്റിക്സ് അല്ലെങ്കിൽ ഭാഷാശാസ്ത്രം ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അതെ, നമ്മളിപ്പോ പഴയ നിയമങ്ങളിൽ നിന്നും ഫിലോസഫിയിൽ നിന്നും നേരെ ഇന്നത്തെ യൂണിവേഴ്സിറ്റികളിലെ പഠനങ്ങളിലേക്കാണ് വരുന്നത്. ഇവിടെ ഫായിൽ എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രാമർ റൂളോ അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കൽ ഏജന്റോ അല്ല, പകരം ഭാഷയിലെ ഒരു ഫംഗ്ഷനാണ്. അതിന്റെ ധർമ്മം എന്താണ് എന്നതിനാണ് പ്രാധാന്യം. കാലം മാറിയതിനനുസരിച്ച് ഭാഷയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളും എങ്ങനെ മാറിയെന്ന് നോക്കൂ. തുടക്കത്തിൽ ഭാഷ ഒരു സിസ്റ്റം മാത്രമായിരുന്നു.
പിന്നെ അതിലെ മീനിങ്ങിന് പ്രാധാന്യം വന്നു. ഒടുവിൽ ഭാഷ എന്നത് നമ്മൾ പരസ്പരം സംസാരിക്കാനും ഇടപഴകാനും ഉപയോഗിക്കുന്ന ഒരു ടൂളാണെന്ന ചിന്ത വന്നു. ഈ മാറ്റം ഫായിൽ എന്ന ആശയത്തെ കാണുന്ന രീതിയെയും മൊത്തത്തിൽ മാറ്റി. അതായത് ഇപ്പോൾ ഫായിൽ എന്നത് ഒരു വാക്യത്തിലെ വെറും ഒരു സ്ലോട്ടല്ല, മറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക ജോലി ചെയ്യുന്ന, ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്ന ഒരു ഘടകമാണ്. ഓക്കെ, അപ്പം നമുക്ക് 3 കാര്യങ്ങൾ കിട്ടി: ഗ്രാമർ, ഫിലോസഫി, പിന്നെ മോഡേൺ ലിംഗ്വിസ്റ്റിക്സ്. ഈ 3 വ്യത്യസ്ത ഐഡിയകളെയും നമുക്ക് എങ്ങനെ ഒന്നിച്ചു കൊണ്ടുവരാൻ പറ്റും? ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ തുടങ്ങിയ അൽഫായിൽ എന്ന ആ ഒരൊറ്റ വാക്കിന് 3 തലങ്ങളുണ്ട്. 1, അതൊരു ഗ്രാമർ റൂളാണ്, വാക്യത്തിലെ ഒരു പൊസിഷൻ. 2, അത് ഫിലോസഫിയിലെ ഒരു ഏജന്റാണ്, അതായത് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാൾ. 3, അത് നമ്മുടെ സംഭാഷണത്തിൽ ഒരു പ്രത്യേക ഫംഗ്ഷൻ നിർവഹിക്കുന്നു. ഈ 3 കാഴ്ചപ്പാടുകളും ചേരുമ്പോഴാണ് ഫായിൽ എന്ന വാക്കിന്റെ യഥാർത്ഥ ചിത്രം നമുക്ക് കിട്ടുന്നത്. അപ്പോ ഇനി നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ സംസാരിക്കുന്നത് വെറും വ്യാകരണ നിയമങ്ങൾ അനുസരിച്ച് വാക്കുകൾ അടുക്കി വയ്ക്കുക മാത്രമാണോ? അതോ ഓരോ വാക്കും ബോധപൂർവം തെരഞ്ഞെടുത്ത് നിങ്ങളുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരു യഥാർത്ഥ ഫായിൽ അൽ മുഖ്താർ ആണോ നിങ്ങൾ? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരുന്നു.